ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് PV അൻവറിനെ നേരിടുമെന്ന CPM നേതൃത്വത്തിന്റെ പ്രഖ്യാപനം അപഹാസ്യമെന്ന് RMPI നേതാവ് N വേണു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിന്റെയും ഒടുവിൽ പുറത്തുവിട്ടതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന വിവരാവകാശ കമ്മീഷനെന്ന് കമ്മീഷണർ ഡോക്ടർ A അബ്ദുൾ ഹക്കീം. കർമ്മമണ്ഡലത്തിൽ 55 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഗോകുലം ഗോപാലന് മലബാറിലെ പൗരാവലിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ആദരമൊരുക്കുന്നു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ നിയമവാഴ്ച തകർക്കുകയാണെന്നാരോപിച്ച് BJP നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ നിയമവാഴ്ച തകർക്കുകയാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് BJP കളക്ടറേറ്റ് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം സരോവരം റോഡിൽ നിന്നും ആരംഭിച്ചു. കളക്ടറേറ്റ് ഗേറ്റിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസ് പ്രതിരോധം തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ നിയമവാഴ്ച സംരക്ഷിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭ പിരിച്ചുവിടണം. നിങ്ങളെ ഇനി ഞങ്ങൾക്ക് കാണണ്ട. മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിങ്ങൾ പിരിച്ചുവിട്ട് അവസാനിപ്പിക്കണം. അപ്പൊ പ്രതിപക്ഷ നേതാവിന് ഈ ശമ്പളം ഉണ്ടാകില്ല, ഈ കസേര ഉണ്ടാകില്ല, പ്രതിപക്ഷവും വേണ്ട. VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നിയമസഭ പിരിച്ചുവിടാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി രാജിവെച്ച് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കളക്ടറേറ്റിന് മുന്നിൽ ഞങ്ങൾ ഒരു സമരം സംഘടിപ്പിച്ചത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. പരിപാടിയിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആരോപണങ്ങൾക്ക് യുക്തിസഹമായ മറുപടി നൽകുന്നതിനു പകരം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് PV അൻവറിനെ നേരിടുമെന്ന CPM നേതൃത്വത്തിന്റെ പ്രഖ്യാപനം അപഹാസ്യമാണെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N വേണു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവറിനെ പാർട്ടി കേഡർമാരെ ഇറക്കി നേരിടും എന്ന പ്രഖ്യാപനമാണ് വരുന്നത്. അതിനപ്പുറമായ ചില വെല്ലുവിളി മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ ശാരീരികമായി ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന CPM കുറെ കാലമായി കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു രീതിയുടെ തുടർച്ചയാണ് അൻവറിനെതിരെ ഉയർത്തുന്നത്. ഒറ്റക്കാര്യം പറയുന്നുള്ളൂ. അത്തരമൊരു നിലപാട് തുടരുന്നത്, അൻവറിനെതിരെ ഉപയോഗിക്കുന്നത് അവകാശമായ നിലപാടാണ് CPM. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദീർഘകാലം പുറത്തുവിടാതിരുന്നതിന്റെയും ഒടുവിൽ പൊതുജനങ്ങൾക്കായി പുറത്തുവിട്ടതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മാത്രമാണെന്ന് കമ്മീഷണർ ഡോക്ടർ A അബ്ദുൾ ഹക്കീം കോഴിക്കോട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മർക്കസ് ലോ കോളേജിൽ വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാറിന്റെയും കോളേജിലെ RTI ക്ലബിന്റെയും ഉദ്ഘാടനം കമ്മീഷണർ
ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നിർവഹിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടഞ്ഞതിനും പുറത്തുവിട്ടതിനും ഉത്തരവാദിത്തം വിവരാവകാശ കമ്മീഷനാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ചർച്ച ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം പുറത്തു വിടാതിരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇപ്പോൾ അതേ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്വവും സംസ്ഥാന വിവരാവകാശ കമ്മീഷന് തന്നെയാണ്. അതിൻ്റെ പുറത്ത് വേറെ ആർക്കും ഒരു റോളുമില്ല. പക്ഷേ ഈ ചെയ്യാത്ത കുറ്റത്തിന് പലരും പഴി ഏൽക്കേണ്ടി വന്നതുപോലെ പ്രതിസ്ഥാനത്ത് വേറെ പല കേന്ദ്രങ്ങളെയും നിർത്തിക്കൊണ്ടാണ് ചർച്ചകൾ പോയത്. വിവരാവകാശ നിയമം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിന് പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുവാൻ ക്യാമ്പസുകളിൽ സ്ഥാപിക്കുന്ന വിവരാവകാശ ക്ലബ്ബുകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു എൻ പിള്ള, അഡ്വക്കേറ്റ് സമദ് പുലിക്കാട്, ഗോകുൽ രാജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തന്റെ കർമ്മമണ്ഡലത്തിൽ 55 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഗോകുലം ഗോപാലനെ മലബാറിലെ പൗരാവലിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ചേർന്ന് ആദരിക്കുന്നു. ഒക്ടോബർ 26-ന് കോഴിക്കോട്ട് സ്വപ്നനഗരിയിലാണ് സുഹൃത പഥം എന്ന പരിപാടി നടക്കുകയെന്ന് സംഘാടക സമിതി അറിയിച്ചു. സ്വീകരണത്തിലുപരിയായിട്ട് വിവിധ മേഖലകളിലുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ വികസിപ്പിക്കാനുള്ള കാര്യങ്ങളും വ്യാപാര വ്യവസായ മേഖല എല്ലാ മേഖലകളും വികസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ ക്രിയാത്മകമായുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കും. സുഹൃത പദം എന്ന പരിപാടിയോടനുബന്ധിച്ച് ഗോകുലം ഗോപാലൻ നടത്തുന്ന വിവിധ ബിസിനസ് മേഖലകളെപ്പറ്റി യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ ബിസിനസ് കോൺക്ലേവ് ഒക്ടോബർ 25-ന് സംഘടിപ്പിക്കും. 2 ദിവസങ്ങളിലെ നടക്കുന്ന കോൺക്ലേവിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ശശി തരൂർ MP, അമിതാഭ് കാന്ത് IAS എന്നിവരും സ്പോർട്സ്, സിനിമ, ബാങ്കിംഗ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും. ഒക്ടോബർ 25-ന് വൈകുന്നേരം നടക്കുന്ന സൗഹൃദ സംഗമവും ഡിന്നർ വിത്ത് ഗോപാലേട്ടൻ എന്ന ചടങ്ങും ഗോവ ഗവർണർ PH ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഇത്രയൊക്കെ വലിയൊരു സാമ്രാജ്യമൊക്കെ ഉണ്ടായെങ്കിലും കൂടി സർവ്വസാധാരണമായ ഒരു മനുഷ്യനായി നമ്മളുടെ കൂടെ ഒരു സഹയാത്രികൻ എന്നുള്ള നിലയിൽ നടക്കുന്ന ഒരു മലബാറുകാരൻ. അപ്പോൾ കേരളത്തിലൊരു ആദരവ് കൊടുക്കണം എന്നുള്ളത് വന്നപ്പം പ്രത്യേകിച്ച് അത് അദ്ദേഹത്തിൻ്റെ ജന്മജില്ലയായ കോഴിക്കോട് ജില്ലയിൽ വെച്ച് തന്നെ ആവണമെന്ന്. ഒക്ടോബർ 26-ന് നടക്കുന്ന ആദരസന്ധ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, MA യൂസഫ് അലി, മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കുമെന്ന് വർക്കിംഗ് ചെയർമാൻ AK പ്രശാന്ത്, ജനറൽ കൺവീനർ രവീന്ദ്രൻ പൊയിലൂർ, വൈസ് ചെയർമാൻ C ചാക്കുണ്ണി, പ്രോഗ്രാം കൺവീനർ മനോജ് കുമാർ P തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി ആഭിമുഖ്യത്തിൽ കരാട്ടെ ലോക റെക്കോർഡ് പ്രകടനം ഒക്ടോബർ 6-ന് എലത്തൂരിൽ നടക്കും. കരാട്ടെ പ്രദർശനവും കലാപരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. 4 ചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 300ഓളം വാഹനങ്ങൾ കയറ്റി ഇറക്കുന്ന ഒരു സാഹസിക പ്രകടനമാണ് നടത്തുന്നത്. മാർഷൽ ആർട്സിൽ താൻ കൈവരിച്ച ശാരീരികവും മാനസികവുമായ തന്റെ കരുത്ത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിശ്രമം അദ്ദേഹം നടത്തുന്നത്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇത് പരിശോധിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത്. അജീഷിന്റെ മകളാണ് അരുന്ധതി. 200ഓളം ടൈലുകൾ തന്റെ കൈകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന ഒരു ഇതാണ് ചെയ്യുന്നത്. അനാമിക ചെയ്യുന്നത് നമ്മളുടെ മൺകുടം തൂക്ക് തലയിൽ വെച്ചിട്ട്
കാലുകൊണ്ട്, അതായത് നമ്മൾ പറയുന്ന കിക്കില് മാവോഷിഗിരി എന്ന് പറയും, കാൽപാദം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളുടെ തലയിൽ നിൽക്കുന്ന തൂക്ക് മാത്രം അടിച്ചു പൊട്ടിക്കുന്ന ഇതാണ് 100ഓളം തൂക്കുകള് ഈ പരിപാടിയിൽ അവള് പൊട്ടിക്കുന്നുണ്ട്. കാജു കാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയിലെ സെൻസൈ അജീഷ് കുമാർ, മകൾ അരുന്ധതി അജീഷ്, ശിഷ്യ KK അനാമിക എന്നിവരാണ് റെക്കോർഡുകൾ ഭേദിക്കാൻ രംഗത്തിറങ്ങുന്നത്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടുകയാണ് പ്രകടനത്തിന്റെ ലക്ഷ്യം. ഒക്ടോബർ 6-ന് CMC ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് കായിക കലയുടെ അവിസ്മരണീയമായ പ്രകടനം നടക്കുക. അതോടൊപ്പം കാജു കാഡോ കരാട്ടയുടെ ഗ്രാൻഡ് മാസ്റ്റർ M. ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാ ഡെമോൺസ്ട്രേഷനും മാസ്റ്റേഴ്സും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന കൈകാൽ കരുത്തിന്റെ മഹാപ്രദർശനവും വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്നും ചെയർമാൻ TP വിജയൻ, സ്വാഗത സംഘം കൺവീനർ CP രമേശൻ, ട്രഷറർ റൌഫ് AP എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 1000 വനിതകൾക്കാണ് വാഹനങ്ങൾ നൽകിയത്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ വിമൻ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി 1000 വനിതകൾക്ക് ഇരുചക്ര വാഹനം നൽകി. സാമൂഹ്യ സംരംഭകത്വ പദ്ധതിയുടെ ഭാഗമായാണ് 50% സബ്സിഡിയോടുകൂടി ഇരുചക്ര വാഹന വിതരണം ആരംഭിച്ചത്. വിവിധ കമ്പനികളുടെ CSR ഫണ്ട്, മാർക്കറ്റിംഗ് ഫണ്ട്, ക്രൗഡ് ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് നിർവഹിച്ചു. ഇത് ശരിക്കും CSR ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് വിമൻ എംപവർമെന്റ് ഭാഗമായിട്ട് വരുന്ന ഒരു പദ്ധതിയാണ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എനിക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ മുൻപന്തിയിൽ നിന്ന് നിൽക്കേണ്ട ഒരു ഗ്രൂപ്പാണ് വിമൻ എന്നുള്ളത്. അപ്പം ഇന്ന് നിങ്ങൾ സംരംഭം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിലോ മൊബിലിറ്റി വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആ മൊബിലിറ്റിക്ക് നിങ്ങളെ ആക്കം കൂട്ടുന്ന ഒരു ഇതാണ് ഈ വണ്ടി, 2 വീലർ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് KTC ഹോണ്ടയ്ക്ക് കൂടിയും വനിതകൾക്കുള്ള ഇരുചക്ര വാഹനങ്ങളുടെ താക്കോൽദാനം SBI ചീഫ് മാനേജർ പ്രിയേഷ് മാത്യു നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേഭാഗം, P. സുരേഷ് ബാബു, നിജേഷ് അരവിന്ദ്, ഡോക്ടർ അൽഫോൻസ മാത്യു, ഫാദർ ജോസ് പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. KTC ഹോണ്ട ജനറൽ മാനേജർ PPC രമേശൻ, സെയിൽസ് ഹെഡ് നിതിൻ ഹേമന്ത്, V. ഷീന, അനു തോമസ്, പ്രതീഷ്, ജോയ് നെടുമ്പള്ളി, കുഞ്ഞബ്ദുള്ള വോറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E ആഭിമുഖ്യത്തിൽ പീസ് പോസ്റ്റ് കോൺടെസ്റ്റ് മത്സരം സംഘടിപ്പിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ കുട്ടികൾ പങ്കെടുത്തു. ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E നേതൃത്വത്തിൽ കോഴിക്കോട്, വയനാട് ജില്ലയിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പീസ് പോസ്റ്റ് കോൺടെസ്റ്റ് മത്സരം കോഴിക്കോട് CSI ഹാളിൽ നടത്തപ്പെട്ടു. ലോക സമാധാനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ലയൺസ് ക്ലബ് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് നടത്തിയത്. ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ നല്ല യൂസ് ദ ബെസ്റ്റ് ഡിസൈൻ പോസിബിൾ, സ്റ്റുഡൻറ് 11-13 വയസ്സുള്ള കുട്ടികളുടെ താമസിക്കുന്ന രീതി വളരെ വിപുലമായി തന്നെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് മുന്നോട്ട് നയിക്കുന്നത്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കാൻ. ചടങ്ങിൽ മാധ്യമപ്രവർത്തകനായ കമാൽ വരദൂരിനെ ആദരിച്ചു. പീസ് കോസ്റ്റ് കോൺടെസ്റ്റ് ചെയർമാൻ PP ജോണിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ UK ഭാസ്കരൻ നായർ സ്വാഗതം പറഞ്ഞു. വൈസ് ഗവർണർമാരായ രവി ഗുപ്ത, ടൈറ്റസ് തോമസ്, P ഗംഗാധരൻ, പ്രേംകുമാർ KE, അനിരുദ്ധൻ, കൃഷ്ണ ഉണ്ണിരാജ, PP വിനോദ്, G സുധാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സനോൻ ചാക്യാട്, രാജീവ് KT, CK പ്രദീപ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വിശോപ് പനകാട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി 25ാം വാർഷികം ആഘോഷിക്കുന്നു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഒക്ടോബർ 26-ന് ചേംബർ ഹാളിൽ നടക്കും. വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് എക്സ്പോ സംഘടിപ്പിക്കുമെന്നും CCCI ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ 6-ാം തീയതി കാലത്ത് 9:30 മണിക്ക് ചേംബറിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന പരിപാടികളിൽ ഒന്നാണ് കോഴിക്കോട് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിക്കാൻ പോകുന്ന ഈ ബിസിനസ് എക്സ്പോ. ഈ ബിസിനസ് എക്സ്പോയുടെ പ്രത്യേകത എന്നത് ഇതൊരു B2B എക്സ്പോ ആണ്, ബിസിനസ് ടു ബിസിനസ്. ഒക്ടോബർ 18-19 തീയതികളിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും കോഴിക്കോട്ടെ ബിസിനസ് സമൂഹത്തിന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സാരഥികൾ പറഞ്ഞു. തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പുതിയ ഡീലർഷിപ്പ്, ഫ്രാഞ്ചൈസി, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും, ബിസിനസ്സിൽ ഇൻവെസ്റ്റേഴ്സിനെ ആഗ്രഹിക്കുന്നവർക്കും, നിലവിലെ ബിസിനസ്സിൽ ഫ്രാഞ്ചൈസി, ഡീലർഷിപ്പ് എന്നിവ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും എക്സ്പോ സഹായകരമാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോട്ടൂർ പെരുവച്ചേരി സ്കൂളിൽ വിദ്യാർത്ഥികൾ ശുചിത്വ സന്ദേശ റാലി നടത്തി. മാലിന്യത്തിനെതിരെ മുദ്രാവാക്യമുയർത്തിയ കുട്ടികൾ പൊതുജനങ്ങളെയും ബോധവൽക്കരിച്ചു. റോഡരികിലെ മാലിന്യങ്ങൾ എടുത്തുമാറ്റിക്കൊണ്ടായിരുന്നു റാലി. കോട്ടൂർ പെരുവച്ചേരി സ്കൂളിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി ശുചിത്വ സന്ദേശ റാലി നടത്തി. മാലിന്യം വലിച്ചെറിയരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പെരുവച്ചേരി സ്കൂൾ മുതൽ കോട്ടൂർ ബസ് സ്റ്റോപ്പിനടുത്തു വരെയാണ് റാലി സംഘടിപ്പിച്ചത്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് റാലി നടത്തിയത്. പെരുവച്ചേരി മുതൽ കോട്ടൂർ ബസ് സ്റ്റോപ്പ് വരെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡരികിലെ മാലിന്യങ്ങൾ എടുത്തുമാറ്റി നാട്ടുകാർക്ക് ഒരു സന്ദേശം നൽകിയാണ് റാലി അവസാനിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ KP മനോഹരൻ നിർവഹിച്ചു. നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മുടെ ദേഹം നമ്മളെല്ലാവരും വളരെ ശുദ്ധിയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി കൊണ്ടു നടക്കാൻ നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല. പ്രധാന അധ്യാപകൻ AD നിഷീദ് അധ്യക്ഷത വഹിച്ചു. കോട്ടൂർ PHCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CK ഷാജി, EK ബാബു എന്നിവർ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ബോധവൽക്കരണ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് PP സുഭാഷ്, വൈസ് പ്രസിഡന്റ് N ഉമേഷ്, SMC ചെയർപേഴ്സൺ അശ്വതി ദിലീപ്, PTA പ്രസിഡന്റ് KP സുബിറ, M ലനിതകുമാരി, NC ആനന്ദൻ മാസ്റ്റർ, VV ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഷാഫിക്ക സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റി പണം സ്വരൂപിക്കുമെന്ന് ഗായകൻ കൊല്ലം ഷാഫി. ഇതിനായി ഒക്ടോബർ 5 മുതൽ മലപ്പുറം ജില്ലയിൽ നിന്നും പാട്ടുവണ്ടി ധനസമാഹരണ യാത്ര ആരംഭിക്കുമെന്നും ഷാഫി പറഞ്ഞു. നല്ലവൻ തിരുവാക്കിനെ കല്ലെറിഞ്ഞ സമൂഹമേ, ചൊല്ലതിന്റെ പൊരുളിനെ കല്ലറിഞ്ഞിടുപ്പാടമേ. വയനാട്ടിലെയും വിലങ്ങാട്ടെയും ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഷാഫിക്ക സ്നേഹവീട് എന്ന പേരിലുള്ള
ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ വിവിധ ജില്ലകളിലെ കലാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് ധനസമാഹരണം നടത്തുമെന്ന് കൊല്ലം ഷാഫി പറഞ്ഞു. നാളെ, അതായത് ഒക്ടോബർ 5-ാം തീയതി പൊന്നാനിയിൽ നിന്ന്, മലപ്പുറം ജില്ലയുടെ സ്റ്റാർട്ടിംഗ് പൊന്നാനിയിൽ നിന്നാണ്. അങ്ങനെ ഒരു ജില്ലയിൽ 5-6 ഒക്കെ പോയിന്റുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് പ്രാദേശികരായിട്ടുള്ള അവിടെയുള്ള കലാകാരന്മാരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നാളെ യാത്ര തുടങ്ങുകയാണ്. പാട്ടുവണ്ടി എന്ന പേരിൽ ഷാഫി കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 5-ന് മലപ്പുറം ജില്ലയിൽ നിന്നും ധനസമാഹരണ പരിപാടി ആരംഭിക്കും. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെയും പ്രധാന ടൗണുകളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്നും ഷാഫി കൊല്ലം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം UP സ്കൂൾ ഫുട്ബോൾ ക്യാമ്പും ജേഴ്സി ലോഞ്ചും നടത്തി. ഗോകുലം FC കേരള അസിസ്റ്റന്റ് കോച്ച് വാഹിദ് സാലി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫുട്ബോൾ താരം നിഖില ജേഴ്സി പുറത്തിറക്കി. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ഫുട്ബോൾ ക്യാമ്പ് ഉദ്ഘാടനവും ജേഴ്സി ലോഞ്ചിങ്ങും സംഘടിപ്പിച്ചു. ഫുട്ബോൾ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ മോഹൻ ബഗാൻ താരം വാഹിദ് സാലി നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള വനിതാ ടീം ക്യാപ്റ്റനുമായ നിഖില ടി ജേഴ്സി ലോഞ്ചിംഗ് നിർവഹിച്ചു. ചടങ്ങിൽ നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മനോജ് കുമാർ AM, PTA പ്രസിഡന്റ് രാജേഷ് പാലന്തടി, നെടുവട്ടം GUPS ഫുട്ബോൾ കോച്ച് ബിനീഷ് P, SMC ചെയർപേഴ്സൺ ദീപ PN, MPTA പ്രസിഡന്റ് റിൻഷ T, PTA വൈസ് പ്രസിഡന്റ് ബിൻസി, അധ്യാപകനായ ആഷിഖ് NP തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. CBSE സ്കൂൾ ടീച്ചേഴ്സ് മീറ്റ് ഒക്ടോബർ 5-ന് MES രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കും. 1500ഓളം അധ്യാപകർ പങ്കെടുക്കും. മികച്ച സേവനം കാഴ്ചവെച്ചവരെ ആദരിക്കും. ഏകദേശം 1500ഓളം അധ്യാപകരാണ് ഈ സംഗമത്തിൽ ഒക്ടോബർ 5-ന് പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാനമായി നടക്കുന്ന ചടങ്ങ് MESൽ 10, 15, 20, 25, 30 വർഷങ്ങൾ സർവീസുള്ള അധ്യാപകരെ ആദരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. MES എഡ്യൂക്കേഷണൽ ബോർഡ് കേരളയുടെ നേതൃത്വത്തിൽ ഓൾ കേരള MES CBSE സ്കൂൾ ടീച്ചേഴ്സ് മീറ്റ് കളന്തോട് MES രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ ഒക്ടോബർ 5-ന് നടത്തുമെന്ന് ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ്, ട്രഷറർ K മുഹമ്മദ് ഷാഫി ഹാജി എന്നിവർ പറഞ്ഞു. രാവിലെ 9:30-ക്ക് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. 1500 അധ്യാപകർ പങ്കെടുക്കും. സ്തുത്യർഹ സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. MES സ്കൂൾ രാജ റെസിഡൻഷ്യൽ സ്കൂൾ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഓഡിറ്റോറിയം, സോളാർ പവർ പ്രൊജക്ട്, ഓട്ടോമാറ്റിക് ലോണ്ടറി, നവീകരിച്ച അടുക്കള എന്നിവയുടെ ഉദ്ഘാടനവും ഫസൽ ഗഫൂർ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് PV അൻവറിനെ നേരിടുമെന്ന CPM നേതൃത്വത്തിന്റെ പ്രഖ്യാപനം അപഹാസ്യമെന്ന് RMPI നേതാവ് N വേണു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിന്റെയും ഒടുവിൽ പുറത്തുവിട്ടതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് കമ്മീഷണർ ഡോക്ടർ A അബ്ദുൾ ഹക്കീം. കർമ്മമണ്ഡലത്തിൽ 55 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഗോകുലം ഗോപാലന് മലബാറിലെ പൗരാവലിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ആദരമൊരുക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.